അയ്യോ കുഞ്ഞ് എന്റെ കാലിലും തൊട്ട് നമസ്കരിക്കണ്ട. അതെന്താ നമസ്കരിച്ച? ചെല്ലപ്പൂപ്പനല്ലേ വീട്ടിലെ മൂത്ത ആള്, അപ്പൊ എന്നെ അനുഗ്രഹിക്കണ്ടേ? എനിക്ക് ചെല്ലപ്പൂപ്പന്റെ ബ്ലെസ്സിങ്സ് വേണം. മുതിർന്ന ആളൊക്കെയാ, പക്ഷെ അത്ര വലിയ ആളൊന്നുമല്ല. എനിക്കറിയില്ല, മുതിർന്നവർക്കും വലിയ ആൾക്കും തമ്മിലുള്ള വ്യത്യാസം എനിക്കറിയില്ല. ചെല്ലപ്പൂപ്പ അപ്പൂപ്പനെ പോലെയുള്ളവര് എന്നെ അനുഗ്രഹിക്കുകയാണെങ്കിൽ എനിക്കത് ലക്കിയാ. പണിക്കാരാണെന്നുള്ള വ്യത്യാസമൊന്നും ഇന്നത്തെ ജനറേഷനിലെ കുട്ടികൾ അംഗീകരിച്ചു തരില്ല ചെല്ലപ്പ. ചെല്ലപ്പനോ അവൻ അനുഗ്രഹിക്കണം. ബ്ലെസ് ചെയ്യ ചെല്ലപ്പൂപ്പ. എന്ന് നന്നായിരിക്കണം മോനെ എഴുന്നേറ്റേ. മതി മതി, സമയാവുന്നു. ഇനി നിന്ന സ്കൂളിൽ പോവാൻ വൈകും. ഞാൻ തന്നെ ഇത് എടുത്തോളാം മേഘ. ശരി അർജുൻ, ചെല്ലു മോനെ. ബൈ ഗ്രാനി. ബൈ ചെല്ലപ്പൂപ്പ. അത് കണ്ടോ ഗൗരിയമ്മേ, എന്റെ കണ്ണീർ കൊള്ളുമെന്ന് തോന്നുന്നു. അവരെ ഇങ്ങനെ ഒന്നിച്ച് കാണുന്നത് കണ്ണിനൊരു സുഖ. നമ്മുടെ കണ്ണിന് ആനന്ദം കിട്ടിയാ മതിയോ? അവര് തമ്മിൽ ഒന്നിക്കുന്നതല്ലേ ശരിക്കുള്ള സന്തോഷം. അവര് തമ്മിൽ ഒന്നിക്കണമെങ്കിൽ ഗൗരിയമ്മ മനസ്സിലെ ആഗ്രഹം തുറന്നു പറയണം. അത് ഗൗരിയമ്മ പറയില്ല. അർജുൻ കുഞ്ഞാണെങ്കിൽ അങ്ങനെയൊന്നും പുറത്ത് കാണിക്കുകയില്ല. അർജുൻ കുഞ്ഞിന്റെ മനസ്സിലും മേഘമോളോടുള്ള സ്നേഹം കുഞ്ഞ് ഒളിപ്പിച്ചു വച്ചിരിക്കുക എന്നാ എന്റെ സംശയം. എനിക്കൊന്നും അറിയില്ല. ഇനി എന്തായാലും കൊള്ളാം. ഇക്കാര്യത്തെക്കുറിച്ച് തുറന്ന് സംസാരിക്കണമെങ്കിൽ മേഘയെ അങ്ങനെ ഒരു അവസരത്തിൽ നമ്മുടെ കയ്യിൽ കിട്ടണം. എന്റെ മോനും മേഘയെ ഒന്നിച്ചു കഴിഞ്ഞാ പിന്നെ എനിക്ക് സമാധാനായിട്ട് കണ്ണടയ്ക്കായിരുന്നു. ഈ ജന്മത്തെ നിയോഗം അവിടെ തീരും. പെണ്ണിനെ വളയ്ക്കാൻ എല്ലാവരും കോളേജിന്റെ വാതിക്ക് പോയി നിൽക്കാറ്. എനിക്ക് മാത്രം സ്കൂളിന്റെ വാതിക്ക് നിൽക്കേണ്ട ഗതികേടാ. ആരെങ്കിലും കണ്ട ഞാനൊരു പിള്ളേരെ പിടുത്തക്കാരനാണെന്നല്ലേ കരുതു ഈശ്വര. ചരു ചരു എന്താ ചാരു ഇത്? കണ്ടിട്ട് കണ്ട ഭാവമില്ലാതെ അങ്ങ് പോവാ. സ്വന്തം ആളായിട്ട് പോലും ഇങ്ങനെ പെരുമാറുമ്പോ എന്തൊരു വിഷമാണോ? എന്താ പറഞ്ഞ സ്വന്തമാണോ? ഏത് വകുപ്പിലാ നീ സ്വന്തം ആളായേ? നീ ഞാനും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതെന്റെ ചേച്ചിയിലൂടെ മാത്രം. ഇപ്പൊ എന്റെ ചേച്ചി തന്നെ ഇല്ലാണ്ടായപ്പോ ഇനി എനിക്ക് നിനക്കും ഇടയില് എന്ത് ബന്ധ വിവേക് ബാക്കിയുള്ളേ? ഇങ്ങനെ കടുത്ത വാക്കുകളൊന്നും പറയില്ല ചാരു. നമ്മൾ തമ്മിലുള്ള മാനസിക ബന്ധം മറ്റാർക്കും തന്നെ മനസ്സിലാവില്ല. പക്ഷെ അതിന്റെ അടുപ്പവും ആഴം എന്താണെന്ന് നിനക്കറിയില്ലെന്ന് പറയല്ലേ? വേണ്ട വിവേക്, ഇനി ഇതൊന്നും മനസ്സിൽ വെച്ച് നടക്കണ്ട. നീ എന്റെ പുറകെ കരഞ്ഞോട് നടക്കുന്നതും നിന്റെ അമ്മ അത് കണ്ട് എന്നെ വേണ്ടാതീനം പറയുന്നതും എത്ര കാലായി ഇതിങ്ങനെ. ഇനി നിന്റെ അമ്മയോട് വഴക്കൂടാനുള്ള മനക്കട്ടി എനിക്കില്ല. അവരുടെ വായിന്ന് വരുന്ന വാക്കുകൾ എനിക്ക് സഹിക്കാനോ ആവുന്നില്ല. ദയവേത് നീ എന്നൊന്ന് വെറുതെ വിടണം വിവേക്. നീ പറയുന്ന ഓരോ വാക്കുകളുണ്ടല്ലോ ചാരു, അത് നിന്റെ ചുണ്ടത്തുനിന്ന് വരുന്ന വെറും വാക്കുകളാ, മനസ്സിൽ തൊട്ട് പറയുന്നതല്ല. ഇതൊക്കെ പറയുന്നത് സത്യമായിട്ടുള്ള വാക്കുകളാണെന്ന് തോന്നുമ്പോ നീ ഒന്നും പറയണ്ട, ഞാനായിട്ട് പൊക്കോളാം. അല്ല വിവേക്, എനിക്കൊരു കാര്യം മനസ്സിലാവാത്തതുകൊണ്ട് ചോദിക്കുക. നമ്മുടെ ഈ ബന്ധത്തിന്റെ പേരിൽ നിന്റെ അമ്മയെ നിനക്ക് എതിർക്കാനുള്ള ധൈര്യമുണ്ടോ? ഉണ്ടെങ്കിലോ? അതവിടെ നിൽക്കട്ടെ, ഞാൻ നിന്നോട് വേറൊരു കാര്യം ചോദിക്കട്ടെ. ആരുദ്ധരിക്കാൻ വേണ്ടിയാണ് നീ കല്യാണമൊന്നും കഴിക്കാതെ ഇത്രയും കാലമായിട്ട് ഒറ്റത്തടിയായി നിൽക്കുന്നേ? നിന്നെ മാത്രമാണ് ഞാൻ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് മറ്റൊരാളെ എന്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാനുള്ള മനസ്സും എനിക്ക് ഉണ്ടാവുന്നില്ല. നിന്റെ കാര്യം ചാരു, നീ എന്തുകൊണ്ടാ ഇനി ഇങ്ങനെ കല്യാണം കഴിക്കാതെ നിൽക്കുന്നേ? എന്നെ വേണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ഒരുത്തന്നെ കണ്ടെത്തി കല്യാണം കഴിച്ചുകൂടായിരുന്നോ? വെറുതെ ഇങ്ങനെ പ്രസംഗിക്കാനൊക്കെ എല്ലാവർക്കും എളുപ്പാ. പക്ഷെ അതെല്ലാം പ്രാവർത്തികമാക്കാനേ ഒരുപാട് കഷ്ടാ. എന്നെങ്കിലും എന്റെ അമ്മയുടെ മനസ്സ് മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുവരെ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. നീ അതിനു മുന്നേ എന്നെ ഉപേക്ഷിക്കാതിരുന്നാ മതി, പ്ലീസ്. ഹായ് ചെറിയച്ചാ.
ഓഹോ, ഇന്നത്തെ ഡ്യൂട്ടി സ്കൂളിന്റെ ഗേറ്റിന്റെ അടുത്താണോ ചെറിയച്ച? ചാരു, ഞാൻ നിന്നെ പിന്നെ ഒന്ന് കണ്ടോളാം. ഓക്കെ, ബൈ. സുഖാണു ചാരു? ആ വലിയ കുഴപ്പമില്ലാതെ പോകുന്നു ആന്റി. നിന്നെ വിവേകിനെ ഒന്നിച്ച് കാണുമ്പോ മനസ്സിൽ വല്ലാത്ത സങ്കട. നിങ്ങൾ രണ്ടുപേരും എന്നും ഒരുമിച്ച് ജീവിക്കേണ്ടവരായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, പ്രിയമതി അതൊന്നും മനസ്സിലാക്കാൻ തയ്യാറല്ലല്ലോ. പ്രിയമതി എതിർത്തുകൊണ്ട് അവളുടെ മോന്റെ കാര്യത്തില് എനിക്കൊന്നും തന്നെ ചെയ്യാനും സാധിക്കുന്നില്ല മോളെ. എന്ന് കരുതി പ്രിയമതി ചെയ്യുന്നതൊക്കെ ശരിവെച്ചു കൊടുക്കാൻ എന്റെ മനസ്സൊട്ട് അനുവദിക്കുന്നില്ല. ഇന്നില്ലെങ്കിൽ ഒരു നാൾ പ്രിയമതി നിങ്ങളുടെ ബന്ധം അംഗീകരിക്കുന്നു നമുക്ക് കരുതാം. വിഷമിക്കേണ്ട, നല്ലതേ വരും മോളെ. ചക്കി, വാ നമുക്ക് അകത്തേക്ക് പോവാം. എന്റെ കൂടെ ഇന്ന് അച്ഛമ്മയും വരുന്നുണ്ട്. ഞാനെന്തിനാ അവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാ? എന്റെ പുതിയ ഫ്രണ്ട് ഇന്ന് ആദ്യമായിട്ട് സ്കൂളിൽ ജോയിൻ ചെയ്യുന്നത് അച്ഛമ്മേ. ആ ഫ്രണ്ടിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാ. പുതിയ ഫ്രണ്ടോ? അതാരാ? ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ഇന്നലെ ഞാനും അപ്പൂപ്പനും ഐസ്ക്രീം കഴിക്കാൻ പുറത്തു പോയില്ലായിരുന്നോ? അവിടെ വെച്ച് ആകെ ഇത്രയേ ഉള്ളൂ. എന്നിട്ട് അവൻ എന്നോട് തർക്കുത്തരം പറയുന്നേ. എന്നെ ഉപദേശിക്കാൻ വരികയെന്ന് വെച്ചാ? പക്ഷെ ചെയ്തു കൂട്ടുന്നതെല്ലാം വലിയവര് ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങൾ തന്നെയാ. നിന്റെ അച്ഛൻ അവനെ കാണുന്നത് തന്നെ ഇഷ്ടമല്ലല്ലോ. മൂന്നാം നാളുകാരെ പോലെ പെരുമാറുന്നത്. അവനെ നിനക്ക് ഫ്രണ്ട് ആക്കണം മോളെ. ഞങ്ങള് പിള്ളേരല്ലേ അച്ഛമ്മേ, വലിയവരുടെ കാര്യമൊക്കെ ഞങ്ങൾ എന്തിനു നോക്കണം? അതൊക്കെ അവരായിട്ട് തീർത്തോട്ടെ. ഇതാരെ കുറിച്ചാ നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നത്? ഇന്ന് മുതൽ സ്കൂളില് ഒരു പുതിയ കുട്ടി ജോയിൻ ചെയ്യുന്നുണ്ട്, അവനെ കുറിച്ചാ. എന്നാ പിന്നെ ആന്റി തെറ്റിദ്ധരിക്കരുത്. എനിക്ക് അകത്ത് ചെന്ന് രജിസ്റ്ററിൽ സൈൻ ചെയ്യാൻ സമയമായി. ഞാൻ പൊയ്ക്കോട്ടെ, പിന്നെ എപ്പോഴെങ്കിലും കാണാം. ആയിക്കോട്ടെ ചാരു. എന്താടി, നിന്റെ ഫ്രണ്ടിനെ കാണാൻ തന്നെ വിടില്ലേ? ഇല്ല അച്ഛമ്മേ, പ്ലീസ് അച്ഛമ്മേ. നീയൊന്ന് തീരുമാനിച്ച് അനുസരിച്ചല്ലേ പറ്റൂ. നടക്ക്. ചാരു എന്താ ഇവിടെ നിൽക്കുന്നേ? ഇപ്പൊ ഞാൻ ഓഫീസ് റൂമിൽ കയറിയ ചാരു എന്നെ കാണും. അങ്ങനെ ഒരിക്കലും സംഭവിക്കരുത്. മേഘ, എന്താ ഇവിടെ തന്നെ നിന്ന് പറഞ്ഞ്? ഒന്നുമില്ല അർജുൻ, ചിക്കുനെയും കൂട്ടി അർജുൻ ചെല്ല്. മേഘ വരുന്നില്ല? ഞാനിപ്പോ വരുന്നില്ല അർജുൻ, നിങ്ങൾ പോയാ മതി. അതെന്താ അമ്മ അങ്ങനെ? അമ്മ വന്നാലല്ലേ അവരെന്നെ സ്കൂളിൽ ചേർക്കത്തുള്ളൂ. പപ്പ കൂടെ ഉണ്ടല്ലോ ചിക്കു, പപ്പ നോക്കിക്കോളും. എന്നാ പിന്നെ ചെല്ല അർജുൻ, കാര്യങ്ങളെല്ലാം അറിയാലോ. ശരി ചിക്കു, വാ മോനെ. സോറി സർ. ഇറ്റ്സ് ഓക്കെ. നിങ്ങൾ ആരാന്ന്? ന്യൂ അഡ്മിഷനാ. മോൻ ഇന്ന് ഇവിടെ അഡ്മിഷന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു.
എന്റെ പുതിയ ഫ്രണ്ട് ഇന്ന് ആദ്യമായിട്ട് സ്കൂളിൽ ജോയിൻ ചെയ്യുന്നത് അച്ഛമ്മേ. ആ ഫ്രണ്ടിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാ. ഓ, നിങ്ങളായിരുന്നോ ആ ന്യൂ അഡ്മിഷൻ? അപ്പോ ഞങ്ങളുടെ കാര്യം നേരത്തെ അറിയായിരുന്നോ? ഇപ്പൊ ഇതൊരു സ്റ്റുഡന്റ് പറഞ്ഞിട്ട് പോയതേ ഉള്ളൂ. ആരാണ് ആ സ്റ്റുഡന്റ്? മായ, ചക്കീന്നാ വിളിക്കാറ്. ഓഹോ, അപ്പൊ ചക്കിയെ കുറിച്ച് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലേ? ആ ചക്കി എന്റെ ഫ്രണ്ടാ. നിന്റെ പേരെന്താണ്? ചിക്കു. ഓ, അത്രേ ഉള്ളോ? സർട്ടിഫിക്കറ്റിലെ പേര് ചൈതന്യന്നാ. ഓ, എന്നോട് ഇഷ്ടമുള്ള എല്ലാവരും എന്നെ ചിക്കുന്ന് മാത്രമേ വിളിക്കാറുള്ളൂ. നീ ആളൊരു കുറുമ്പനാണെന്ന് തോന്നുന്നല്ലോ. ഞാൻ കൊച്ചുകുട്ടിയല്ലേ, അപ്പൊ പിന്നെ കുറച്ച് കുറുമ്പൊക്കെ വേണ്ടേ മിസ്? കുറച്ച് വലുതായി കഴിയുമ്പോ ഞാൻ ഈ കുറുമ്പ് മൊത്തം നിർത്തിക്കോളാം മിസ്. അവൻ മറ്റാരുമല്ല ചാരു, നിന്റെ സ്വന്തം ചേച്ചിയുടെ മോനാ. ഈ സത്യം നീ അറിഞ്ഞ എത്രമാത്രം സന്തോഷിക്കുന്ന എനിക്കറിയാം. പക്ഷെ എന്തുകൊണ്ടോ വിധി അതിനെനിക്ക് അവസരം തന്നില്ല. എന്നാ ശരി, ചിക്കുവിനെ നിങ്ങൾ അകത്തേക്ക് വിളിച്ചോണ്ട് പോയിക്കോളൂ. ആയിക്കോട്ടെ. സർ, ഇവിടെ പേരന്റിന്റെ ഒരു സിഗ്നേച്ചർ വേണം. അയ്യോ, മേഘാകത്ത് വരേണ്ടതായിരുന്നല്ലോ. ഇതിപ്പോ ഞാനെങ്ങനെയാ? എന്താ സർ, സൈൻ ചെയ്യുന്നില്ലേ? ഒന്ന് പെട്ടെന്ന് ചെയ്തിരുന്നെങ്കിൽ. അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ ചെയ്താൽ മതിയോ? അതാരെങ്കിലും ഒരാൾ ചെയ്താൽ മതി. സാറെന്താ ആലോചിച്ചിരിക്കുന്നേ? അല്ല, ഞാനിതില് ഗാർഡിയനായിട്ട് സൈൻ ചെയ്താ പോരെ? ഫാദർ ഉള്ളപ്പോ എന്തിനാ നിങ്ങൾ ഗാർഡിയന്റെ പ്ലേസിൽ സൈൻ ചെയ്യുന്നേ? പേരന്റ് എഴുതിയ കോളത്തിൽ തന്നെ ചെയ്തോളൂ. മോനെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടി വന്നിട്ട് സൈൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോ ഇത്രയേറെ മടി കാണിക്കുന്ന എന്തിനാ? ഇവിടെ തന്നെ നിന്ന ചാരു എന്നെ കാണും. ചാരുവിന്റെ കണ്ണിപ്പെടാതെ എങ്ങനെയൊന്ന് രക്ഷപ്പെടാ? മായമോളെ, നിന്റെ ഫ്രണ്ടിനെ കാണുന്നേയില്ലല്ലോ. അവനെ നമുക്ക് പിന്നെ പരിചയപ്പെട്ട പോരെ. അച്ചമ്മയ്ക്ക് പോയിട്ട് പണിയുണ്ട്, ഇവിടെ നിന്ന് ശരിയാവില്ലടാ. അച്ഛമ്മേ പ്ലീസ് പോവല്ലേ, കുറച്ചു നേരം വെയിറ്റ് ചെയ്താ മതിയാകും. ഇപ്പൊ ഞാൻ അവനെ പരിചയപ്പെട്ടില്ലെങ്കിൽ എന്താ? കൂട്ടൊക്കെ സ്കൂളിൽ വെച്ചാ പോരെ നിനക്ക്? അതുകൊണ്ടല്ല അച്ഛമ്മ, എന്റെ എല്ലാ ഫ്രണ്ട്സിനും അച്ഛമ്മയ്ക്ക് ഞാൻ പരിചയപ്പെടുത്തി തന്നിട്ടുള്ളതല്ലേ. ഇവനെ എനിക്ക് ഒത്തിരി ഇഷ്ടായോണ്ടാ ഈ ഫ്രണ്ടിനെ അച്ഛമ്മ കാണണ്ടേ. ഇങ്ങനെ ഓരോ കഥ പറഞ്ഞ് എന്നെ കൺവിൻസ് ചെയ്യാനൊന്നും നോക്കണ്ട പ്ലീസ് അച്ഛമ്മ. ഇനി ഒരു 5-10 നിമിഷം വെയിറ്റ് ചെയ്താൽ മതിയാവും. ശരി, എന്ത് ചെയ്യാനാ? പുന്നാരിച്ച് വഷളാക്കിയ നിന്റെ അച്ഛനെ പറഞ്ഞാ മതിയല്ലോ. നിന്റെ താളത്തിന് തുള്ളിയില്ലേ അവൻ എന്നെ നിർത്തി പൊരിക്കും. യു ആർ സോ സ്വീറ്റ് അച്ഛമ്മേ. മതി മതി, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഓരോരുത്തരെയും കയ്യിലെടുക്കാൻ നല്ല വിരുദ. അച്ഛമ്മേ, ദേ എന്റെ ഫ്രണ്ട് തനിഷ്ക വരുന്നുണ്ട്. അവളെങ്ങാനും വന്ന് എന്നെ ചോദിച്ചാ ഇന്ന് ചക്കി സ്കൂളിൽ വന്നിട്ടില്ല എന്ന് പറഞ്ഞാ മതി. എന്തിനാടി നുണ പറയുന്നേ? ചുമ്മാ ഒരു രസത്തിനാ. പിന്നെ ഞാൻ സ്കൂളിലേക്ക് വന്ന പോലെ സർപ്രൈസ് ആയിട്ട് അവളെ കണ്ടോളാം. ഞാൻ ചെന്ന് വിളിക്കട്ടെ, പറയല്ലേ? മയ മോള് നിക്ക്.
മായേ ഏതാ ഈ കുട്ടി? ഇവളെ മുൻപേ പരിചയമുള്ള പോലൊരു തോന്നൽ. മറ്റെവിടെയെങ്കിലും വെച്ച് ഞാൻ ഈ കുട്ടിയെ കണ്ടിട്ടുണ്ടായിരിക്കോ? എന്താ എനിക്ക് പറ്റിയത്? പപ്പ, അമ്മ എവിടെ പോയി? മേഘ എന്താ ഓഫീസ് റൂമിലേക്ക് വരാതിരുന്നത്? അറിയാവുന്ന ആരെങ്കിലും ഇവിടെ വെച്ച് കണ്ടു കാണുമോ അവള്? അവരുടെ മുന്നിൽ ചെന്ന് പെടാതിരിക്കാൻ വേണ്ടി ആയിരിക്കോ? ചോദിക്കാന്ന് വിചാരിച്ച എന്ത് കരുതും അവള്? അവൾക്ക് ഞാൻ വാക്കും കൊടുത്തതാണല്ലോ, പഴയതൊന്നും ചെയ്യില്ല എന്ന്. പപ്പ എവിടെ? അമ്മ എവിടെ പോയി? അമ്മ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവൂടാ. നീ ക്ലാസ്സിൽ ചെന്നിരിക്കും. എക്സ്ക്യൂസ് മീ, ഫസ്റ്റ് സ്റ്റാൻഡേർഡിന്റെ ക്ലാസ് എവിടെ? മോനെ ഞാൻ കൂട്ടിക്കൊണ്ട് പോയിക്കോളാം. ഞാൻ അവരുടെ ക്ലാസ് ടീച്ചർ. ടീച്ചറാണോ ഞങ്ങളുടെ മിസ്? ഹായ് മിസ്സേ. ഹായ് ചിക്കു, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. പോകാലോ മിസ്. ബൈ പപ്പ. ദാ, bye. ഞാൻ ക്ലാസ്സിൽ പോയെന്ന് അമ്മയോടൊന്ന് പറഞ്ഞേക്കേ. ശരി. നടക്ക്. ബൈ. ഹായ് ഫ്രണ്ട്. ഹലോ ഫ്രണ്ട്. എത്ര നേരമായി ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. നീ സ്കൂളിൽ ജോയിൻ ചെയ്തോ? ജോയിൻ ചെയ്തു ഫ്രണ്ട്. എന്നാ വെൽക്കം ടു അവർ സ്കൂൾ. താങ്ക് യു. അച്ഛമ്മേ ഇങ്ങോട്ട് വന്നേ. ഞാൻ എന്റെ പുതിയ ഫ്രണ്ട് എന്ന് പറഞ്ഞില്ലേ, ദേ ഇവനാ. രണ്ടടിയില്ലാത്ത ഇവനാണോ എന്റെ മോനെ നിർത്തി പൊരിക്കുന്നത്? ഫ്രണ്ട്, ഇതെന്റെ അച്ഛമ്മ കേട്ടോ. നമസ്കാരം ആന്റി. ആന്റി എന്നെ അനുഗ്രഹിക്കൂ. കൊച്ചുകുട്ടിയാണെങ്കിലും ഇവന്റെ അമ്മ ഇവനെ സംസ്കാര സമ്പന്നനാക്കി വളർത്തിയിരിക്കുന്നത്. മിഥുൻ എന്താണാവോ ഇവനോട് ഇത്രമാത്രം ദേഷ്യം? പക്ഷെ മിഥുൻ പറഞ്ഞ പോലെ ഇവന് അത്രമാത്രം കുരുത്തക്കേടൊന്നും ഇല്ലല്ലോ. എന്താ പറ്റി? ആന്റി എന്താ എന്നെ അനുഗ്രഹിക്കാത്തത്? ദീർഘായുസോടെ നല്ലൊരു മോനായിട്ട് വളർന്നു വരണം കേട്ടോ. എന്റെ അമ്മേ, ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ ആന്റിക്ക്. അല്ലെങ്കിൽ ഞാനേ ദിലീപിനെ പോലെ ഒരു കുഞ്ഞിക്കൂനനായി ഇപ്പൊ മാറുമായിരുന്നില്ലേ? എന്റെ അമ്മു, മുട്ടുകാലിനൊപ്പമില്ല. അപ്പോഴേക്ക് നീ എന്നെ കളിയാക്കാനും മാത്രമൊക്കെ ആയോ? മുട്ടുകാല് വരെയുള്ളവരപ്പോ കളിയാക്കിയ കുഴപ്പമില്ലേ ആന്റി? ഇത്രയും ഉയരത്തിൽ വളർന്നിട്ട് ആന്റി ഇപ്പൊ എന്റെ നടു ഓടിച്ചില്ലേ? അയ്യോ, നീ ശരിക്കും കുരുത്തക്കേടിന്റെ ആശാനാണല്ലോ. നിന്നോട് തർക്കിക്കാൻ ഞാനില്ല. കുരുത്തക്കേടൊക്കെ ഉണ്ടെങ്കിലല്ലേ കൊച്ചു പിള്ളേരെ വലിയവർക്കൊക്കെ ഇഷ്ടാവത്തുള്ളൂ. കണ്ടോ ചാരു, ഇനി ഇവനെ നീ തന്നെ അങ്ങ് മേച്ചാ മതി. ആ, ക്ലാസ്സിൽ കയറാൻ സമയമായി, പോയാലോ? പോകാം മിസ്. നവ എടാ, താങ്ക് യു ആന്റി. യു ആർ വെൽക്കം. ചിക്കു, ചക്കി, നിങ്ങൾ ക്ലാസ്സിൽ പോയിരുന്നോ? ഞാൻ വന്നോളാം. ഓക്കെ ഓക്കെ. ചിക്കുനെ സ്കൂളിലാക്കിയിട്ട് അർജുൻ ഇതെങ്ങോട്ട് പോയി? ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ. എന്തിനാ നീ വീണ്ടും വന്നത് വിവേക്?